സമാനതകളെ ആസ്വദിക്കുക, വൈജാത്യങ്ങളെ അംഗീകരിക്കുക. ഉറച്ച ബന്ധങ്ങളുടെ പുറകിലുള്ള സൂത്രവാക്യം ഇതാണ്. ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും അത് അഭംഗുരം തുടരുന്നത് പരസ്പരമുള്ള വിട്ടുവീഴ്ചകളാൽ ആയിരിക്കും. നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ചില സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ മുതിർന്നപ്പോഴും അത് തുടരുന്നത് കാണുന്നത് ആശ്ചര്യത്തോടെയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുവതി യുവാക്കൾക്കിടയിലെ സ്നേഹബന്ധങ്ങൾ വിവാഹത്തെ കലാശിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ആവുള്ളൂ. നല്ല സ്വഭാവങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും പരസ്പരം മനസ്സിലാക്കി വരുമ്പോൾ ഒന്നുകിൽ ആ ബന്ധങ്ങളെല്ലാം ശാശ്വതമാവും, അല്ലെങ്കിൽ വേർപിരിയും. വിവാഹത്തിന് മുമ്പാണെങ്കിൽ അത് രണ്ടുപേർക്കും നല്ലതാണ്. വിവാഹശേഷമാണ് വേർപിരിയെങ്കിലോ വലിയ ദുഃഖങ്ങളിലായിരിക്കും കലാശിക്കുക. ഒരു പാത്രത്തിൽ ഒന്നിച്ചുണ്ട്, ഒരു പായിൽ ഒന്നിച്ചുറങ്ങിയ സുഹൃത്തുക്കൾ മറ്റൊരു സുപ്രഭാതത്തിൽ രണ്ട് വഴിക്ക് പോകുന്നതും കാണാറുണ്ട്. ഒന്നിച്ച് ഒരു സംരംഭത്തിൽ മുതൽ മുടക്കിയവർ ഒരു സുപ്രഭാതത്തിൽ കേസും വക്കാണുമായി നടക്കുന്നതും കാണാം. രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഇതുപോലുള്ള ഭിന്നതകളും കൂടിച്ചേരലുകളും അനുസ്യൂതം നടക്കുന്നുണ്ട്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ട് രസിച്ചിട്ടില്ലേ? രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാകുന്ന വേർപിരിയലുകൾ അത് നേതാക്കൾക്കും പ്രവർത്തകർക്കും വേദന ഉണ്ടാക്കുന്നതാണ് എങ്കിൽ കൂടി അതിനെ നർമ്മത്തോടെ നോക്കിക്കാണാൻ അസാമാന്യ മനക്കരുത്തുള്ളവർക്കേ കഴിയൂ. ഇതൊക്കെ ചില ഉദാഹരണങ്ങളായി എടുത്തു പറഞ്ഞെന്ന് മാത്രം. സുദീർഘമായ ബന്ധങ്ങൾ അത് ഉണ്ടാകണമെങ്കിൽ സമാനതകളെ ഒന്നിച്ച് ആസ്വദിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങളെയും വൈജാത്യങ്ങളെയും ഭിന്നസ്വരങ്ങളെയും അംഗീകരിക്കുക, പരമാവധി വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്യുക. എല്ലാ തരത്തിലുമുള്ള കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ദീർഘകാലം നിലനിൽക്കാനുള്ള സൂത്രവാക്യമാണിത്. ശുഭദിനം.